കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബജാജിൻ്റെ കുറച്ച് മോട്ടോർ സൈക്കിളിന് അപ്ഡേറ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിലിപ്പോൾ ഒരു ബൈക്കിൻ്റെ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു. ഇപ്പം വന്ന അപ്ഡേറ്റഡ് മോഡൽ ബജാജിൻ്റെ പൾസർ 150N ആണ്. ഈ ഒരു ബൈക്ക് ഇപ്പോൾ ഡീലർഷിപ്പിലൊക്കെ എത്തിയിട്ടുണ്ട്, ഷോറൂമിലൊക്കെ അവൈലബിൾ ആണ്. ഒരുപാട് അപ്ഡേറ്റ് ഈ ഒരു ബൈക്കിന് കൊടുത്തിട്ടുണ്ട്. ബജാജിൻ്റെ മറ്റേത് ബൈക്കിനും കാണാത്ത അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ബജാജ് ഈ ഒരു ബൈക്കിന് കൊടുത്തിട്ടുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റത്തെ മാറ്റം എഞ്ചിൻ്റെ ഭാഗത്താണ്. എഞ്ചിൻ്റെ പവറൊന്നും കൂടിയിട്ടില്ലെങ്കിലും എഞ്ചിൻ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുണ്ട്, കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതായത് BS6 Phase 2 എമിഷൻ E20 കോമ്പാറ്റബിൾ എഞ്ചിനിലേക്ക് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ്റെ ഫുൾ സ്പെക്സ് വരുന്നത് 164cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് എയർ പ്ലസ് ഓയിൽ കൂൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിൻ്റെ മാക്സിമം പവർ വരുന്നത് 15.6 bhp 8750 rpm. മാക്സിമം ടോർക്ക് വരുന്നത് 14.6 Nm ഓഫ് ടോർക്ക് 6750 rpm. ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള മോഡലാണ്. ഇനി ബ്രേക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബൈക്കിന് ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. ഈ ഒരു ബൈക്കിന് ഓൾറെഡി ഡുവൽ ചാനൽ ABS ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് 160cc മോഡലിൽ ഡുവൽ ചാനൽ ABS വന്ന മോഡൽ ഈ ഒരു പൾസർ 160N ആണ്. പിന്നെ ഫ്രണ്ടിൽ ഇത്തവണ UHT ഫോർക്ക് ഈ ഒരു ബൈക്കിന് വന്നിട്ടില്ല, ടെലിസ്കോപ്പ് ഫോർക്കാണ്. നമ്മളെല്ലാവരും വിചാരിച്ചു UHT ഫോർക്ക് വരുന്നത്, പക്ഷേ ടെലിസ്കോപ്പ് ഫോർക്കാണ് ബജാജ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു മോണോ ഷോക്കാണ്. 17 ഇഞ്ചിൻ്റെ റോഡ് ബേസ്ഡ് ആയിട്ടുള്ള അലോവീൽ ടയറാണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റ് മീറ്റർ കൺസോളാണ്. നമ്മളെല്ലാവരും വിചാരിച്ചത് TFT മീറ്റർ കൺസോൾ വരുന്നതാണ്, പക്ഷേ TFT മീറ്റർ കൺസോൾ വന്നിട്ടില്ല. എന്നാലും ഒരുപാട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പഴയ മീറ്റർ കൺസോൾ അവർ മാറ്റിയിട്ട് പുതിയൊരു മീറ്റർ കൺസോൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ ഗിയർ ബോക്സ് ഇൻഡിക്കേറ്റർ, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, പിന്നെ SMS അലേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്വിച്ചസിലും അവർ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ബജാജ് ഫസ്റ്റ് ആയിട്ട് ഒരു ബൈക്കിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞു. ഈ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒരുപാട് വർഷം മുമ്പേ പല ബൈക്കിനും സ്കൂട്ടേഴ്സിനൊക്കെ വന്നതാണ്, പക്ഷേ ബജാജ് ഇപ്പോഴാണ് ഈ ഒരു അപ്ഡേറ്റ് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയത്. ഇനി വരാൻ പോകുന്ന NS160ക്കും NS200നും ഈ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ടേൺ ബൈ ടേൺ നാവിഗേഷനൊക്കെ വരുന്നതായിരിക്കും. പുതിയൊരു മീറ്റർ കൺസോളായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും ഒരു 160cc സെഗ്മെൻറ്റിൽ തന്നെ ഈ ഒരു പൾസർ 160N എന്ന് പറയുന്നത് മികച്ച ബൈക്കായിട്ട് മാറാൻ പോക്കാണ്. ഈ ഒരു ബൈക്കിന് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ബജാജ് കൊടുത്തു കഴിഞ്ഞു. അതായത് UHT ഫോർക്ക് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഡുവൽ ചാനൽ ABSും ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു ബൈക്കിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 160cc തന്നെ നല്ലൊരു റെസ്പോൺസ് ഉള്ള, നല്ലൊരു സെയിൽസ് ഉള്ള മോഡലാണ് ഈ ഒരു പൾസർ N160. ഈ ഒരു ബൈക്കിൻ്റെ കോമ്പറ്റേറ്റർ നോക്കുവാണെങ്കിൽ ഹീറോൻ്റെ എക്സ്ട്രീം 160R ഉണ്ട്, TVSൻ്റെ RTR 160 ഉണ്ട്, പിന്നെ ഹോണ്ടയുടെ ഹോർനെറ്റ് 2.0 ഒക്കെയാണ് ഈ ഒരു ബൈക്കിന് റൈവലായിട്ട് വരുന്ന മോഡൽ. ഈ ഒരു ബൈക്കിൻ്റെ ഡൽഹി എക്സ്ഷോറൂം പ്രൈസ് 1,30,000 രൂപയാണ്.